പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ധ്യാന ക്ലാസ്സിൽ പങ്കുകൊള്ളുന്ന ഓരോ മക്കളും ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ദൈവവചന പ്രഘോഷണത്തിൽ പങ്കുകാരാകണമേ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 4:25 ഇപ്രകാരം പറയുന്നു: സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്, സ്വന്തം ആജ്ഞതയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. സത്യവിരുദ്ധമായി അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്, സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. ഇന്ന് പലപ്പോഴും പല വ്യക്തികളും സത്യമറിയാവുന്ന വ്യക്തികൾക്കെതിരെ വാദിക്കും. അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ്, അതല്ല ശരി, ഇതാണ് ശരി. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, സത്യവിരുദ്ധമായി ഒരിക്കലും നീ വാദിക്കരുത്. ഇന്ന് സത്യത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ വാദിക്കാറുണ്ടോ? അതേ സത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണോ വാദിക്കുന്നത്? ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ. അതായത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. എല്ലാ വ്യക്തികൾക്കും അജ്ഞതയുണ്ട്. പൂർണ്ണനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. അജ്ഞതയില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും വിജ്ഞാനിയാണെന്നും പറഞ്ഞ് നടക്കേണ്ട. അജ്ഞതയുണ്ട്. അജ്ഞതയില്ലാത്തവർ ഈ ഭൂമിയിൽ ആരുമില്ല. എല്ലാ കാര്യങ്ങളും പഠിച്ചു വച്ചേക്കുന്ന ആരുമില്ല. ഒരാൾക്കൊരു കാര്യം അറിയാമെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു കാര്യം അറിയാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ സത്യത്തിന് വിരുദ്ധമായിട്ട് ഒരിക്കലും നിങ്ങൾ വാദിക്കാൻ പോയേക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അജ്ഞതയുണ്ട്. അതേക്കുറിച്ച് നീ ബോധമുള്ളവനായിരിക്കണം. മറ്റുള്ളവരുടെ അജ്ഞതയെക്കുറിച്ചല്ല നിനക്ക് ബോധം വേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അജ്ഞതയെക്കുറിച്ചാണ് എനിക്ക് ബോധമുണ്ടാകേണ്ടത്. വീണ്ടും തുറന്നു പറയാണ്, തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. സ്വന്തം ഒരു തെറ്റുണ്ടായാൽ അത് സമ്മതിക്കാൻ ഒരു കാരണവശാലും ലജ്ജിക്കേണ്ട. ഒരു സാമൂഹ്യമായ പശ്ചാത്തലത്തിലോ കൂട്ടായ്മയിലുണ്ടാകുന്ന ഒരു തെറ്റ്, ശരി എനിക്ക് തെറ്റ് പറ്റി, സോറി എന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരും. എന്നാൽ പലപ്പോഴും ആ തെറ്റ് സമ്മതിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ലജ്ജ കൊണ്ടാണ്. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ മറ്റുള്ളവരെന്ത് പറയും ഞാനത് സമ്മതിച്ചാൽ? ഞാൻ ഇത്രയും വലിയ പുള്ളിയല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റെന്ന് ഞാനങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്നുള്ള ലജ്ജ. അതുപോലെ ഒഴുക്കിനെതിരെ നീന്തരുത്. പറയണം, ഒഴുക്കിനെതിരെ നീ നീന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഒഴുക്കിക്കൊണ്ട് പോകും, ഒരു സംശയവുമില്ല. എന്നാൽ ഒഴുക്കിനനുസരിച്ച് പോയി സൈഡിലേക്ക് വെട്ടിപ്പോകാം, അവിടെ നിനക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. അതാണ് ഈ ലോകത്തിലൂടെ മക്കൾ ഇങ്ങനെ പോകുമ്പോൾ ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങിയാൽ തന്നെയും അവരതിൽ നിന്ന് തിരിഞ്ഞു വരുന്നതിൻ്റെ കാരണം അതാണ്. അവിടെ മോചനമുണ്ട്. ഇവിടെ കർത്താവ് വീണ്ടും പറയാണ്, വിഡ്ഢിക്ക് കീഴ്പ്പെടരുത്, അധികാരികളോട് പക്ഷപാതം കാണിക്കുകയുമരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുക. വിഡ്ഢികൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ആ വിഡ്ഢി പിന്നെ എപ്പോഴും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അധികാരികളോട് പക്ഷപാതം കാണിക്കരുത്. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അധികാരികളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അധ്യാപകരൊക്കെ അതിൻ്റെ മുകളിലുള്ള അധികാരികളാണ്. എല്ലാ മേഖലകളിലും അധികാരികളുണ്ട്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആ ഒരു അധികാരിയുടെ അടുത്തും പക്ഷപാതം കാണിക്കാൻ പോകണ്ട. ഒരു കൂട്ടായ്മയിൽ ഒരു പക്ഷേ 2 അധികാരിയുണ്ടെന്ന് കൂട്ടിക്കൊള്ളുക. അതിലൊരാളെ മഹത്വപ്പെടുത്തുന്നു, ഒരാളെ തരം താത്തുന്നു. അത് പക്ഷപാതമാണ്, വലിയ തിന്മയാണ്. ഒരാൾ പറയുന്നതൊക്കെ ശരി, മറ്റൊരാൾ പറയുന്നത് തെറ്റ്. ഒരാളോട് സ്നേഹം കൂടുതൽ കാണിക്കുന്നു, ഒരാളോട് അവഗണിക്കുന്നു.
ഇതൊക്കെ പ്രിയ സഹോദരങ്ങളുടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യേണ്ടത്. തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഇന്ന് പല ക്രിസ്ത്യാനിക്കും വേണ്ടി പൊരുതാൻ കർത്താവില്ല. കാരണം എന്താ? സത്യം വെടിഞ്ഞ് ജീവിക്കുന്നു. സത്യമാരാണ്? ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാകുന്ന സത്യത്തെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ മരിക്കേണ്ടി വന്നാലും, ആ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി വന്നാലും, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്ന കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. നിനക്ക് വേണ്ടി ഇന്ന് കർത്താവ് പൊരുതാത്തതിൻ്റെ കാരണം എന്താണ്? എവിടെ തെറ്റുപറ്റി? സത്യം വെടിഞ്ഞോ? സത്യത്തിൻ്റെ മാർഗം വെടിഞ്ഞോ? സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം ഇല്ലാതെ വന്നു. കർത്താവിന് വേണ്ടി, സത്യം കർത്താവാണ്, യേശുവാണ്. ആ യേശുവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാറുണ്ടോ? ആ യേശുവിനെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ടോ? ആ യേശുവിലേക്ക് ഞാൻ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാറുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വെടിയരുത്. 1 മുതലുള്ള നൂറ്റാണ്ടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി മരിച്ച രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ വളർന്നാണ് സഭ. ആ സഭയിലെ അംഗമായി മാറ്റപ്പെട്ട ഞാൻ സത്യം വെടിഞ്ഞോ? യേശുവിനെ വെടിഞ്ഞോ? യേശുവിനെ വെടിഞ്ഞാൽ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതുകയില്ല. യേശുവിനെ നീ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി നീ ജീവിക്കുവാൻ, പ്രഘോഷിക്കുവാൻ നീ തുടങ്ങിയാൽ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഏതെല്ലാം തരത്തിലുള്ള ശത്രുക്കൾ നിന്നെ തകർക്കാൻ വന്നാലും നിനക്ക് വേണ്ടി പൊരുതാൻ നിന്റെ കർത്താവ് ഉണ്ടായിരിക്കും. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളുമെന്ന് അരുളി ചെയ്ത കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെയൊക്കെ സാമൂഹ്യമായ ജീവിതത്തിൽ സത്യം വെടിഞ്ഞ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പരിണതഫലമായി ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ കർത്താവില്ലാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളുമെന്നുള്ള വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.